നമസ്കാരം. നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്നുള്ള ചാപ്റ്ററാണ് പഠിച്ചു തുടങ്ങിയത് കഴിഞ്ഞ ക്ലാസ്സിൽ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ ഒക്കെ നിങ്ങൾ നോക്കിക്കാണുമെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് എന്താണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, അതിൻ്റെ ജനറൽ ഫോം എന്താണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ട്സ് എന്ന് പറഞ്ഞാൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. പിന്നെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ തന്നിരിക്കുന്ന ഇക്വേഷൻ ക്വാഡ്രാറ്റിക് ആണോ അല്ലയോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാം, അതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസിലേക്ക് പോകുന്നു. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്, തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് അത് വായിച്ച് നോക്കി നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എങ്ങനെ ഫോം ചെയ്യാം എന്നാണ് പഠിക്കാനുള്ളത്. അതിനുശേഷം നമുക്ക് പഠിക്കാനുള്ളത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്നാൽ അതിൻ്റെ സൊല്യൂഷൻ എങ്ങനെ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ റൂട്ട്സ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഫോം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിക്കാം. അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റിനകത്ത് 8 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, അതിൽ കുറച്ച് നമ്മൾ ചെയ്തു, ബാക്കി നിങ്ങൾ ചെയ്യാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: റെപ്രസെന്റ് ദ ഫോളോയിങ് സിറ്റുവേഷൻസ് ഇൻ ദ ഫോം ഓഫ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്. ഈ തന്നിരിക്കുന്ന സിറ്റുവേഷൻ നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിട്ട് ഫോം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്, സോൾവ് ചെയ്യാനല്ല, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോം ചെയ്യാൻ. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ എന്ന് വായിച്ച് നോക്കാം നമുക്ക്. ദ ഏരിയ ഓഫ് എ റെക്ടാങ്കുലർ പ്ലോട്ട് ഈസ് 528 meter square. The length of the plot is 1 more than twice its breadth. We need to find the length and breadth of the plot. ഒരു റെക്ടാങ്കുലർ പ്ലോട്ടിന്റെ ഏരിയ, ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത് 528 meter square ആണ്. അതിന്റെ ഏരിയ 528 meter square ആണ് തരുന്നു. ലെങ്ത് ഓഫ് ദ പ്ലോട്ട്, ഈ പ്ലോട്ടിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 1 more than its twice its breadth. ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദ പ്ലോട്ട് ഈസ് 1 more than twice its breadth. ബ്രെഡ്ത്തിന്റെ ടോയ്സിനേക്കാൾ ഒന്ന് കൂടുതലാണ്. ബ്രെഡ്ത്ത് ഇതാണെങ്കിൽ അതിന്റെ ടോയ്സിന്റെ കൂടെ ഒന്ന് ആഡ് ചെയ്യുന്നതിന് ഈക്വൽ ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ബ്രെഡ്ത്ത് എക്സ് ആയിട്ട് എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ കണ്ടീഷൻ വെച്ച് നമ്മൾ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ലെങ്ത് എന്ന് പറയുന്നത് ബ്രെഡ്ത്തിന്റെ ടോയ്സ് ആകുമ്പോൾ 2x, അതിനേക്കാൾ ഒന്ന് കൂടുതലാണ്. ഈസ് 1 more than, അതിനേക്കാൾ ഒന്ന് കൂടുതൽ ആണ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയാണ് ലെങ്ത് ഓഫ് ദ പ്ലോട്ട് ഈസ് 1 more than twice its breadth. ബ്രെഡ്ത്തിന്റെ ടോയ്സിനേക്കാൾ ഒന്ന് കൂടുതലാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ എടുക്കാം, ലെറ്റ് ദ ബ്രെഡ്ത്ത് ഓഫ് ദ പ്ലോട്ട് ഈസ് ഈക്വൽ ടു റെക്ടാങ്കുലർ പ്ലോട്ട് ഈസ് ഈക്വൽ ടു x മീറ്റർ, കാരണം മീറ്ററിൽ അവർ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ലെങ്ത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ലെങ്ത് ഓഫ് ദ റെക്ടാങ്കുലർ പ്ലോട്ട് എന്ന് പറയുന്നത് ടോയ്സ്, ബ്രെഡ്ത്തിന്റെ ടോയ്സിനേക്കാൾ ഒന്ന് കൂടുതൽ, 2x + 1. നമുക്ക് ഏരിയ തരുന്നുണ്ട്, നമ്മൾ പഠിക്കുന്നുണ്ട് ഒരു റെക്ടാങ്കിളിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, LB, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് നമ്മൾ പഠിക്കുന്നുണ്ട്. ലെങ്തും ബ്രെഡ്ത്തും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ റെക്ടാങ്കിളിന്റെ ഏരിയക്ക് ഈക്വൽ ആണ്. അപ്പോൾ ഇവിടെ ഏരിയ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചത് ഇങ്ങനെയാണ്, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറയുന്നതാണ് ഏരിയ ഓഫ് ദ റെക്ടാങ്കിളിന്റെ കേസിൽ. അപ്പൊ ലെങ്ത് നമുക്കുണ്ട് 2x + 1 ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് x ഈസ് ഈക്വൽ ടു ഏരിയ നമുക്ക് തന്നിട്ടുണ്ട് 528 meter square. അപ്പൊ ഇത് നമ്മൾ എക്സ്പാൻഡ് ചെയ്താൽ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ 2x into x 2x² plus 1 into x is equal to 528. നമ്മൾ 528 ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവന്നാൽ 2x² plus x minus 528 equal to 0. ഇതിപ്പോൾ നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയി, കാരണം ഏത് ഫോമായി? ax² plus bx plus c equal to 0 എന്ന ഫോമിലായി. അതുകൊണ്ട് ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. വി നീഡ് ടു ഫൈൻഡ് ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത്, അതായത് ലെങ്തും ബ്രെഡ്ത്തും കണ്ടുപിടിക്കാൻ ആവശ്യമായ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ആവശ്യമുള്ള അതാണ്, അത് കണ്ടുപിടിക്കുന്നതിനുള്ള ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോം ചെയ്യാം, അത് കണ്ടുപിടിക്കാനല്ല. അപ്പോൾ നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോം ചെയ്യാനാണ് പറഞ്ഞു. ഇനി അത് കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടെ എക്സ് കണ്ടുപിടിച്ചാൽ മതി. എക്സ് കണ്ടുപിടിക്കണമെങ്കിൽ സോൾവ് ചെയ്യണം. സോൾവ് ചെയ്യുന്ന മെത്തേഡാണ് നമ്മൾ അടുത്ത ടോപ്പിക്കിൽ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ എഴുതിയെടുക്കുക നിങ്ങൾ. ഇതോടൊപ്പം നിങ്ങൾ നോട്ട്ബുക്കും പേരും കയ്യിൽ കരുതുക, അത് ഉപയോഗിച്ച് എഴുതുക, ചെയ്ത് പഠിക്കുക. നമുക്ക് ഇതിന് ശേഷം അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, അത് എഴുതി കഴിഞ്ഞെങ്കിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇപ്പോൾ NCERT എക്സസൈസിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആണിത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ 4.1 സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ
second part. The product of two consecutive positive integers is 306. We need to find the integers. അതായത് രണ്ട് കൺസിക്യൂട്ടീവ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സിൻ്റെ പ്രോഡക്റ്റ് 306 ആയാൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇൻറ്റിജേഴ്സ് ആണ്. ഇൻറ്റിജേഴ്സ് കണ്ടുപിടിക്കാനുള്ള ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോം ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം രണ്ട് കൺസിക്യൂട്ടീവ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് പറയുമ്പോൾ നമുക്ക് അടുത്തടുത്തുള്ളത് ഇപ്പോൾ ഒരു പോസിറ്റീവ് ഇൻറ്റിജർ 2 ആണെങ്കിൽ നമുക്കറിയാം തൊട്ടടുത്ത് 3 ആണ്, അല്ലെങ്കിൽ 1 ആണെങ്കിൽ അടുത്ത് 2 ആണെങ്കിൽ 3 ആണെങ്കിൽ 4 അങ്ങനെയാണ് പോകുന്നത്. പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് കൺസിക്യൂട്ടീവ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ആണ്, അടുത്തടുത്തുള്ള പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് ഒന്ന് എക്സ് ആണെങ്കിൽ നമുക്കറിയാം അടുത്തതായിരിക്കും x+1 ആയിരിക്കും. അപ്പോൾ നമുക്ക് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ആർ ഇങ്ങനെ എടുക്കാം. x and x+1 എന്നെടുക്കാം. നമുക്ക് പ്രോഡക്റ്റ് ഓഫ് ടു കൺസിക്യൂട്ടീവ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ഇവരുടെ പ്രോഡക്റ്റ് അതായത് എക്സും x+1 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. x into x+1 എന്ന് പറയുന്നത് 306 ആണ്. അപ്പോൾ നമ്മൾ എക്സ്പാൻഡ് ചെയ്താൽ x² plus x into 1 x is equal to 306. അപ്പോൾ x² plus x minus 306 equal to 0. നമ്മൾ ഇവിടെ ലെഫ്റ്റ് സൈഡ് കൊണ്ടുവന്നു. അപ്പോൾ ഇതേത് ഫോമായി ax² plus bx plus c is equal to 0 എന്നുള്ള ഫോമായി കഴിഞ്ഞു. അപ്പോൾ നമുക്കിത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമ്മൾ പറഞ്ഞ കണ്ടീഷൻ സിറ്റുവേഷൻ ഉപയോഗിച്ചുള്ള ക്വാഡ്രാറ്റിക് ഇക്വേഷനായി. നമ്മൾ ഇത് സോൾവ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല, നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോം ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഇതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ, സിമ്പിളാണ്. ഓക്കെ, അപ്പം ഇത് നിങ്ങൾ എഴുതിയെടുക്കുക. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. തേർഡ് ക്വസ്റ്റ്യൻ ഇതാണ്. Rohan's mother is 26 years older than him. The product of their ages 3 years from now will be 360. We would like to find Rohan's present age. നമുക്ക് റോഹന്റെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാനുള്ള ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോം ചെയ്യണം. ഈ സിറ്റുവേഷനിൽ നിന്ന് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോം ചെയ്യണം. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് റോഹന്റെ പെർസെൻറ്റേജ് ആണ്. ഇപ്പോഴത്തെ ഏജ് വേണം, നമ്മളത് എക്സ് ആയിട്ട് എടുക്കാം. അപ്പോൾ റോഹന്റെ പ്രസന്റ് ഏജ് എക്സ് ആണെങ്കിൽ റോഹന്റെ മദറിന്റെ ഏജ് ഏജ് ഓഫ് റോഹൻസ് മദർ എന്ന് പറയുന്നത് 26 years older than him എന്നാ. അപ്പോൾ അവന്റെ ഏജിനേക്കാൾ 26 വയസ്സ് കൂടുതലായിരിക്കും. അപ്പോൾ റോഹന്റെ ഏജ് എക്സ് ആണെങ്കിൽ റോഹന്റെ മദറിന്റെ ഏജ് എന്ന് പറയുന്നത് x+26 ആയിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം അങ്ങനെ എഴുതാം. പ്രസന്റ് ഏജ് ഓഫ് റോഹൻ is equal to x years. Present age of Rohan's mother. Present age of Rohan's mother എന്ന് പറയുന്നത് x+26 years ആയിരിക്കും. Then present age of Rohan x അവനേക്കാൾ 26 വയസ്സ് കൂടുതലാണ്. അപ്പോൾ x+26 വരും. പക്ഷെ ഇനി പറയുന്ന കാര്യം ശ്രദ്ധിക്കുക. ദ പ്രോഡക്റ്റ് ഓഫ് ദ ഏജസ് ഇൻ 3 years from now. ഇപ്പോൾ ഉള്ള ഏജിൽ നിന്ന് 3 വർഷം കഴിയുമ്പോൾ അവരുടെ ഏജിന്റെ പ്രോഡക്റ്റ് 3 years from now എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിപ്പോഴത്തെ ഏജ്. അപ്പോൾ 3 വർഷം കൂടെ കഴിഞ്ഞാൽ 2 പേർക്ക് 3 വയസ്സ് വീതം കൂടും. അപ്പോൾ 3 വർഷത്തിന് ശേഷമുള്ള ഏജിന്റെ പ്രോഡക്റ്റ് 360 ആണെങ്കിൽ അവരുടെ റോഹന്റെ പ്രസന്റ് ഏജ് കണ്ടുപിടിക്കാനുള്ള ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോം ചെയ്യണം. അപ്പോൾ ആഫ്റ്റർ 3 years, അപ്പോൾ 3 വർഷത്തിന് ശേഷമാകുമ്പോൾ ആഫ്റ്റർ 3 years അപ്പോൾ റോഹൻസ് ഏജ് എത്രയായിരിക്കും? റോഹൻസ് ഏജ് എന്ന് പറയുന്നത് നമുക്ക് x+3 ആകും. ഇതിനേക്കാൾ 3 വയസ്സ് കൂടും. അതുപോലെ ഏജ് ഓഫ് റോഹൻസ് മദറോ Rohan's mother is equal to x+26 plus 3. ഇതിനെ കൂടെ അവിടെയും 3 കൂടും. അതായത് x+29 ആകും. അപ്പോൾ percentage x after 3 years x+3. Percentage of Rohan's mother x+26 after 3 years age of Rohan's mother is equal to x+29. Then product of these two numbers, x+3 into x+29, product of age of Rohan and age of Rohan's mother is equal to 360. അതാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഈ രണ്ട് ഏജിന്റെ പ്രോഡക്റ്റ് x+3 into according to question
ഇങ്ങനെ വരും എക്സ് പ്ലസ് 3 ഇൻറ്റു എക്സ് പ്ലസ് 29 ഈസ് ഈക്വൽ ടു 360. സോറി 360. അപ്പോൾ നമുക്കിവിടെ ഇത് എക്സ്പാൻഡ് ചെയ്യണം. എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ, എക്സ് ഇൻറ്റു 29 എക്സ്, 3 ഇൻറ്റു എക്സ് 3x, then 29 into 3 87 is equal to 360. അപ്പോൾ നമുക്ക് x square plus 29x plus 3x, x square plus 32x plus 87 minus 360 is equal to 0. അതായത് x square plus 32x minus 273 is equal to 0. Minus 360 plus 87 minus 273. ഇതാണ് നമ്മളെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഇത് ആ ഫോമിലായി x square plus bx plus c equal to 0 എന്നുള്ള ഫോമിലായി. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അപ്പോൾ ഇത് ഇതുപോലെ ചെയ്യുക. ഇതാണ് നമ്മളെ നാലാമത്തെ ക്വസ്റ്റ്യൻ. അതായത് ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. A train travels a distance of 480 km at a uniform speed. If the speed had been 8 km per hour less, then it would have taken 3 hours more to cover the same distance. We need to find the speed of the train. അതായത് ഒരു ട്രെയിൻ 480 കിലോമീറ്റർ ഒരേ സ്പീഡിൽ പോവുകയാണ്. സ്പീഡ് 8 കിലോമീറ്റർ പെർ അവർ ലെസ്, അതായത് സ്പീഡ് 8 കിലോമീറ്റർ, ഒരു മണിക്കൂറിൽ 8 കിലോമീറ്റർ കുറയ്ക്കുകയാണെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ടേക്കൺ 3 hours മോർ ടു കവർ ദ സെയിം ഡിസ്റ്റൻസ്. ഇതേ ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ അപ്പോൾ 3 മണിക്കൂർ കൂടുതലെടുക്കും. സ്പീഡ് കുറഞ്ഞാൽ സ്വാഭാവികമായിട്ടും സമയം കൂടുതലെടുക്കും. അപ്പോൾ 3 മണിക്കൂർ കൂടുതലെടുത്തു. അതേ ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ 3 മണിക്കൂർ അധികം വേണ്ടി വന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ട്രെയിനിൻ്റെ സ്പീഡ് കാണണം. അതിന് വേണ്ടുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോം ചെയ്യണം. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സ്പീഡ് ഓഫ് ദ ട്രെയിൻ ആണ്. കണ്ടുപിടിക്കേണ്ടത് നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം. അപ്പോൾ ലെറ്റ് ദ സ്പീഡ് ഓഫ് ദ ട്രെയിൻ ഈസ് ഈക്വൽ ടു എക്സ് കിലോമീറ്റർ പെർ അവർ എന്ന് എടുക്കുന്നു. അതായത് ഇതാണ് യൂണിഫോം സ്പീഡ് എന്ന് പറയുന്നത്. യൂണിഫോം സ്പീഡ് എന്ന് പറയുന്നത് എക്സ് കിലോമീറ്റർ പെർ അവർ എടുത്തു. അപ്പോൾ നമുക്കറിയാം ടൈം, ഇവിടെ ടൈം, അപ്പോൾ നമുക്കറിയാം സ്പീഡ് ഈസ് ഈക്വൽ ടു, ഞാൻ റിലേഷൻ അറിയാം, സ്പീഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. നിങ്ങൾ പഠിക്കുന്നുണ്ട് സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. അങ്ങനെയാണെങ്കിൽ ടൈം എന്ന് പറയുന്നത് ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആകും. അപ്പോൾ സ്പീഡ് എക്സ് കിലോമീറ്റർ പെർ അവർ ആണെങ്കിൽ 480 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ടൈം എന്ന് പറയുന്നത്, ആദ്യത്തെ ടൈം ഞാൻ T1 എടുക്കുന്നു. ടൈം എന്ന് പറയുന്നത് എന്താണ്? ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഡിസ്റ്റൻസ് 480, സ്പീഡ് എക്സ്. അപ്പോൾ ഇത്രയും സമയമായിരിക്കും എടുക്കുന്നത്. അതായത് 480 കിലോമീറ്റർ കവർ ചെയ്യാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 480 ബൈ എക്സ് ആയിരിക്കും. അതിന് T1 എടുക്കുന്നേ ഉള്ളൂ. ആദ്യത്തെ ടൈം T1. ഇനി എന്താ പറഞ്ഞത്? സ്പീഡ് ഹാഡ് ബീൻ 8 കിലോമീറ്റർ പെർ അവർ ലെസ്. സ്പീഡ് എന്ന് പറയുന്നത് 8 കിലോമീറ്റർ കുറയ്ക്കുകയാണെങ്കിൽ, സ്പീഡ് എക്സ് കിലോമീറ്റർ പെർ അവർ ആയിരുന്നു, അതിൽ നിന്ന് 8 കിലോമീറ്റർ കുറച്ചാൽ എക്സ് മൈനസ് 8 ആകും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അടുത്ത ടൈം എങ്ങനെ വരും? അപ്പോൾ 480 ഡിസ്റ്റൻസിന് മാറ്റമില്ല, അതേ ഡിസ്റ്റൻസ് തന്നെ ആയിരിക്കും. സ്പീഡിൽ നിന്ന് 8 കുറയുന്നു, 8 കിലോമീറ്റർ പെർ അവർ ലെസ്. ഇതിൽ നിന്ന് 8 കുറയുന്നു, 8 കുറച്ചാൽ സ്പീഡ് എക്സ് ആണ്. എക്സിൽ നിന്ന് 8 കുറയുമ്പോൾ എക്സ് മൈനസ് 8 ആകും. എന്തെന്ന് പറയുന്നത്? സ്പീഡ്. അപ്പോൾ ഡിസ്റ്റൻസ് സെയിം ആ, ഡിസ്റ്റൻസിന് മാറ്റമില്ല, ആ ഡിസ്റ്റൻസ് 480 തന്നെയാണ്. അപ്പോൾ ടൈം എന്ന് പറഞ്ഞാൽ, അപ്പോഴുള്ള ടൈം എന്ന് പറഞ്ഞാൽ T2 ആണ്. അതായത് ഈ ടൈം കൂടുതലായിരിക്കും. കാരണം എന്താ? സ്പീഡ് കുറയുമ്പോൾ ടൈം കൂടും. അപ്പോൾ എത്ര സമയം അധികം എടുക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്? 3 hours മോർ ടു കവർ ദ സെയിം ഡിസ്റ്റൻസ്. 3 മണിക്കൂർ കൂടുതലെടുക്കും. അതായത് ഈ ടൈമുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ് 3 hours എന്ന് പറയുന്നത്. അതായത് T2 മൈനസ് T1, ഇതല്ലേ കൂടുതൽ വലിയ ടൈം. അപ്പോൾ വലിയ സമയം മൈനസ് ആ ചെറിയ സമയം, ആ ഡിഫറൻസ് ആണ് 3 hours. അതുകൊണ്ട് നമുക്ക് എഴുതാം T2 മൈനസ് T1 ഈസ് ഈക്വൽ ടു 3 hours. 3 hours തരുന്നുണ്ട്. അപ്പോൾ T2 എന്ന് പറയുന്നത് 480 ബൈ എക്സ് മൈനസ് 8 മൈനസ് T1
480 by xi is equal to 3. ഇനി ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോം ചെയ്യണം. നോക്കാം. ഇവിടെ 480 ന്യൂമറേറ്റർ കോമ എടുക്കാം. 480 കോമ എടുത്താൽ നമുക്ക് വരുന്നത് ഇവിടെ 480 കോമ എടുത്തു. പിന്നെ ഡിനോമിനേറ്റർ x മൈനസ് 8 ആണ്. അപ്പോൾ 1 by x മൈനസ് 8 മൈനസ് 1 by x. നമുക്ക് 480 കോമ എടുക്കാതെയും ചെയ്യാം. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. പക്ഷെ 480 കോമ എടുത്താൽ ചെയ്യാൻ എളുപ്പമുണ്ട്. ഈക്വൽ ടു 3. അപ്പോൾ ഇതുപോലെ സിറ്റുവേഷൻ വരുമ്പോൾ ന്യൂമറേറ്റർ സെയിം നമ്പർ ആണെങ്കിൽ കോമ എടുത്ത് തന്നെ ചെയ്യുക. അതായിരിക്കും ഏറ്റവും എളുപ്പം. അപ്പോൾ 480 ഇൻറ്റു ഇവിടെ നമ്മൾ ക്രോസ് ചെയ്ത് LCM എടുക്കാം. 1 into x മൈനസ് ഓഫ് 1 into x minus 8 divided by x minus 8 into x LCM x minus 8 into x is equal to 3. That is 480 into ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ x minus x plus 8 by x into x square minus 8 into x 8x is equal to 3. ഇവിടെ x ക്യാൻസൽ ആകും. അപ്പോൾ നമുക്ക് 480 into പിന്നെ ന്യൂമറേറ്റർ ഉള്ളത് 8 ആണ് divided by x square minus 8x ഇത് ഹോൾ ഡിവൈഡ് ബൈ ആണ് is equal to 3. അതായത് നമുക്കിവിടെ ഇനി നമുക്ക് വേണമെങ്കിൽ 3യും 480 ക്യാൻസൽ ചെയ്യാം. അതല്ലെങ്കിൽ ക്രോസ് ചെയ്യാം. ഇപ്പോൾ 480 ഇൻറ്റു 8 എന്ന് പറയുന്നത് 0 4 3840 is equal to ഇത് ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 3x square minus 24x. That is 3x square minus 24x ഇതങ്ങ് റൈറ്റ് സൈഡിൽ പോയാൽ minus 3840 equal to 0 എന്ന് വരും. അതായത് നമുക്കിതിനെ ഒരു 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഡിവൈഡിങ് ബൈ 3. അപ്പോൾ ഇങ്ങനെ ഒരു x സ്ക്വയർ മൈനസ് 8x മൈനസ് 1280 is equal to 0. ഇപ്പോൾ നമുക്കിതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷനായി ax സ്ക്വയർ പ്ലസ് bx പ്ലസ് c equal to 0 എന്നൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഫോമിലായി കഴിഞ്ഞു. അപ്പോൾ ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത് നമ്മൾ സോൾവ് ചെയ്ത് x കണ്ടുപിടിക്കുകയാണെങ്കിൽ എന്താകും? സ്പീഡ് ഓഫ് അതായത് യൂണിഫോം സ്പീഡ് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോം ചെയ്യാനാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു എക്സസൈസിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണുള്ളത്. 4 ക്വസ്റ്റ്യൻ ആണുള്ളത്. അപ്പോൾ ഇത് കഴിഞ്ഞു. ഇനി നമ്മളിനി പഠിക്കാനുള്ളത് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എങ്ങനെ സോൾവ് ചെയ്യാം, ഏതൊക്കെ മെത്തേഡിലാണ് സോൾവ് ചെയ്യുന്നത്, അതാണ് അടുത്ത് പഠിക്കാനുള്ളത്. നമുക്ക് അത് അടുത്ത ക്ലാസ് പഠിക്കാം. ഓക്കെ, നന്ദി.